സുപ്രീം കോടതിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ബലം കൂടിയാണ് ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇതിനെ കാണുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടാണ്. ഇത് കർഷകരുടെ സമരത്തോട് ഐക്യദാർഢ്യം ചെയ്യുന്നതല്ല ഈ വെർഡിക്റ്റ് എന്നും, മറിച്ച് ഇത് സർക്കാരിന്റെ അജണ്ടയെ ഒളിപ്പിച്ചു കിടത്താൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ ഉത്തരവെന്നും വിമർശനം ഉണ്ടായി വരുന്നുണ്ട്. ഇന്നത്തെ വിധിയെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? എന്താണ് ഈ വിധി പറയുന്നത്? അത് എങ്ങനെയാണ് കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുന്നത്? ഇതില് രണ്ട് വിഷയങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കോടതി വിധി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ധാർമ്മികമായിട്ടുള്ള ഒരു പരാജയമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ സമരം തുടങ്ങിയപ്പോൾ, കർഷക സമരം തുടങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചിരുന്നത് ഞങ്ങള് ഈ നിയമത്തില് തൊടുന്ന പ്രശ്നമില്ല, ഈ നിയമം മാറ്റുന്ന പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് അവർ ആദ്യം എടുത്തത്. പിന്നെ അവർ നിലപാടെടുത്തു ചർച്ച ചെയ്യാം എന്ന് നിലപാടെടുത്തു. ചർച്ച കുറച്ച് കഴിഞ്ഞപ്പോ അവർ വിചാരിച്ചു ചർച്ച അലസിപ്പിരിയും, പിന്നെ ഇവരെല്ലാവരും വീട്ടിൽ പോകും എന്നവർ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അപ്പോ അവർ പറഞ്ഞു എന്നാൽ കുറച്ച് ഭേദഗതികളാവാം എന്ന് സമ്മതിച്ചു. അപ്പൊ ഭേദഗതികൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ കർഷകർ പറഞ്ഞു ഇല്ല, അത് പറ്റില്ല, പിൻവലിച്ചേ പറ്റൂ എന്ന ആദ്യത്തെ ഡിമാൻഡിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അപ്പൊ സർക്കാർ ചെയ്തത് എന്താ? അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇലക്ട്രിസിറ്റി ബില്ല് 2020 ഞങ്ങൾ പിൻവലിക്കാം, അതുപോലെ തന്നെ സ്റ്റബിൾ ബേണിങ്ങിന്റെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ഫൈൻ പെനാൽറ്റികൾ അതും പിൻവലിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഈ 3 ബില്ലുകളെ സംബന്ധിച്ച് ഭേദഗതി മാത്രമേ പറ്റൂ എന്ന് സമ്മതിച്ചു. ഇതിനിടയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർഷകരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി കർഷകരുമായിട്ട് ആവശ്യത്തിനുള്ള കൂടിക്കാഴ്ചകളും അല്ലെങ്കിൽ ചർച്ചകളും ഒന്നും നടന്നിരുന്നില്ല, നടക്കണമായിരുന്നു എന്ന് ഒരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചതായിട്ടും മാധ്യമങ്ങളിൽ നമ്മൾ വാർത്തകൾ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, ഓരോ സ്റ്റേജിലും ഒന്നൊന്നായി ഓരോ ചുവടുകൾ പുറകോട്ട് വെക്കുന്ന ഒരു സർക്കാരിനെയാണ് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ചുവടുമാറ്റത്തിന്റെ ഒരു അവസാന ഘട്ടമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ കോടതി വിധിയെ കാണുന്നത്. ഇന്നത്തെ കോടതി വിധിയിൽ കോടതി കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സമരത്തെ നേരിടുന്നതിൽ, അഡ്രസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം സുപ്രീം കോടതി സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നു. ഇത് സർക്കാരിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു പരാജയമാണ്. പക്ഷേ അതിനോടൊപ്പം ഞാൻ ചേർത്ത് വായിക്കുന്ന മറ്റൊരു വിഷയം സുപ്രീം കോടതി എടുത്ത നിലപാടിൽ എനിക്കുള്ള സംശയങ്ങളെ കുറിച്ചാണ്. അതായത്, ഒന്ന്, സുപ്രീം കോടതി ഈ കേസിൽ കാണിച്ചിട്ടുള്ള വല്ലാത്ത ഒരു നിർബന്ധവും വല്ലാത്ത ഒരു ധൃതിയും വല്ലാതെ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. നമ്മുടെ ഈ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ഈ 3 ഫാം ആക്ടുകളെ, കാർഷിക നിയമങ്ങളെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി, സുപ്രീം കോടതിക്ക് ഒരു സർക്കാരിന്റെ നിയമത്തെ, പാർലമെന്റ് പാസാക്കിയ നിയമത്തെ സ്റ്റേ ചെയ്യണമെങ്കിൽ പ്രൈമ ഫേസി ഭരണഘടനാ വിരുദ്ധത അതിലുണ്ട് എന്ന് ഒരു കണ്ടെത്തലും, ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സ്റ്റേ എന്നുമാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. സുപ്രീം കോടതി വെറുതെ അങ്ങ് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമായ എന്തോ ഇതിലുണ്ട് എന്ന് കാണുമ്പോഴാണ് പ്രാഥമികമായിട്ട്, അല്ലെങ്കിൽ പ്രൈമ ഫേസി എന്ന് നമ്മൾ പറയുന്ന പോലെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കണ്ടുകൊണ്ട് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഇംപ്ലിമെന്റേഷനെ സ്റ്റേ ചെയ്യുക എന്നൊരു സംഗതി നിയമത്തിലില്ല. ഒന്നുകിൽ നിയമത്തെ സ്റ്റേ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല. ഇവിടെ നിയമത്തെ സ്റ്റേ ചെയ്തിരിക്കുന്നു. നിയമത്തെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഭരണഘടനാ വിരുദ്ധത ഈ സർക്കാർ ഈ ബില്ല് പാസ്സാക്കുന്നതിൽ ഭരണഘടനാ വിരുദ്ധത ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുമില്ല. അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഭരണഘടന വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുമില്ല, എന്നാൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിനൊരു പ്രസിഡന്റ് ഇല്ല ഇങ്ങനെ. അതായത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഈ ആധാറിനെ സംബന്ധിച്ചുള്ള കേസ് വന്നു. വർഷങ്ങളോളം ഞാനടക്കമുള്ളവർ ആ കേസിൽ പങ്കാളികളായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് തൽക്കാലത്തേക്ക് ഇത് സ്റ്റേ ചെയ്യണമെന്ന്. സ്റ്റേ ചെയ്തുമില്ല. ഇന്ന് ഉണ്ടാക്കിയ പോലെ ഒരു കമ്മിറ്റി അന്ന് ഉണ്ടാക്കിയിട്ടുമില്ല. അതുപോലെ പിന്നെ വന്നതാണ് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്. അതിനുശേഷം വന്നതാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഇതൊക്കെ സ്റ്റേ ചെയ്യണം എന്നുള്ള പെറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. ഇതുവരെ സുപ്രീം കോടതി ആ കേസുകൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ
ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കാർഷിക നിയമങ്ങളുടെ കാര്യത്തില് ധൃതി പിടിച്ച് ഇത് സ്റ്റേ ചെയ്യുകയും ഒപ്പം തന്നെ ഒരു കമ്മിറ്റിയെ നിയമിക്കാനും തീരുമാനിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ പ്രശ്നം, അപ്പൊ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രസിഡന്റ് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ആരും നെഗോസിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്സിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ വരെ സർക്കാർ അടക്കം ഈ കോടതിയിൽ ആവശ്യപ്പെട്ടത് കോടതി ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കർഷക സംഘടന പോലും പോയി പറഞ്ഞിട്ടുമില്ല ഞങ്ങള് നിങ്ങളുടെ ഇന്റർവെൻഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ആരും ക്ഷണിക്കാതെ ഈ മേഖലയിൽ കടന്നു വന്ന് ഞങ്ങള് കോംപ്രമൈസ് ടോക്സ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നത്? അതില് വല്ലാത്തൊരു ദുരൂഹത തോന്നുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ വരുന്നത് ഈ കമ്മിറ്റിയുടെ ഘടന തന്നെയാണ്. 4 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. 1 അശോക് ഗുലാട്ടി, 2 പ്രമോദ് കുമാർ ജോഷി. ഈ രണ്ടുപേരും ഈ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാർഷിക രംഗത്തെ നവലിബറൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. എത്രയോ കാലമായി, അതായത് ഏകദേശം 20-25 കൊല്ലമായിട്ട് കാർഷിക മേഖലയിൽ ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തണമെന്ന് നിരന്തരമായിട്ട് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് അശോക് ഗുലാട്ടിയും പി കെ ജോഷിയും, പ്രമോദ് കുമാർ ജോഷിയും. ഈ രണ്ടുപേരും ഈ 3 ഫാം ആക്ടുകൾ, അതായത് കാർഷിക നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷവും എത്രയോ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു. കർഷകരുടെ സമരം തെറ്റാണ്, ഇതിൽ സർക്കാരാണ് ശരി, ഈ കാർഷിക നിയമങ്ങൾ ശരിവെക്കേണ്ടതാണ്, നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് അവർ എത്രയോ ലേഖനങ്ങളും എഴുതിയിരിക്കുന്നു. അശോക് ഗുലാട്ടി പറഞ്ഞത് ഇതൊരു 1991 മൊമെന്റ് ഫോർ അഗ്രികൾച്ചർ എന്നാണ്. കാർഷിക രംഗത്തെ 1991 ഇത്, അതായത് പുതിയ ഒരു ഉദാരവൽക്കരണത്തിന്റെ പുതിയൊരു ഘട്ടം കാർഷിക മേഖലയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു നിയമമാണ് ഈ കാർഷിക നിയമങ്ങൾ എന്നാണ് അശോക് ഗുലാട്ടി അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ രണ്ടുപേർ അങ്ങനെ. മൂന്നാമത്തെ ആളാണ് അനിൽ ഘനാവട്ട്. അനിൽ ഘനാവട്ട് എന്ന് പറയുന്നത് ഷേത്കരി സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, മഹാരാഷ്ട്രയിലെ ഉള്ള ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാവാണ്. ഈ ഷേത്കരി സംഘടനയ്ക്ക് ഒരു വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ നവലിബറൽ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് ഷേത്കരി സംഘടന. ഇതിന്റെ നേതാവ് മരിച്ചുപോയ ശരത് ജോഷി ആയിരുന്നു. 80കളിലും 90കളിലും ഒക്കെ വലിയ തോതിൽ മഹാരാഷ്ട്രയിലും അഖിലേന്ത്യാ തലത്തിലും അടക്കമുള്ള സമരങ്ങൾ, WTO കരാർ ഒപ്പുവെക്കണം. അന്ന് ബിജുവിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ച ഗാറ്റ് കരാറിനെ കുറിച്ചുള്ളതായിരുന്നു. ഈ ഗാറ്റ് കരാർ എന്ന് പറയുന്നത് അന്നൊരു പേരുണ്ടായിരുന്നു. ഓഥർ ഡങ്കൽ എന്നു പേരുള്ള ഒരാളായിരുന്നു അത് ഡ്രാഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ പേര് ഡങ്കൽ ഡ്രാഫ്റ്റ് എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ ഡങ്കൽ ഡ്രാഫ്റ്റിനെ പൂജിച്ചുകൊണ്ട്, ലിറ്ററലി പൂജ നടത്തിക്കൊണ്ട്, ഈ ഡങ്കലിന്റെ ബാഡ്ജ് കുത്തി ഞാൻ ഇന്ത്യ മുഴുവൻ നടക്കും എന്ന് പ്രഖ്യാപിച്ചയാളാണ് ശരത് ജോഷി. അത്തരത്തിലുള്ള ഒരു കർഷക സംഘടനയുടെ ഒരു 10,000-2000 പേരിൽ കൂടുതൽ അവർക്ക് പിൻബലമുള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. മാത്രമല്ല സംഘടന പലതവണ സ്പ്ലിറ്റ് ചെയ്തു പോവുകയും വളരെ ഒരു ചെറിയൊരു ഫാക്ഷൻ നേതാവ് മാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഇപ്പോ ഭൂപീന്ദർ സിംഗ്, അനിൽ ഘനാവട്ട്, അദ്ദേഹത്തെയാണ് മൂന്നാമത്തെ മെമ്പറായിട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹവും ഈ നിയമം വളരെ നല്ലതാണ് എന്ന് എത്രയോ തവണ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നാലാമത്തെ ഒരു മെമ്പറാണ് ഭൂപീന്ദർ സിംഗ് മാൻ. ഈ ഭൂപീന്ദർ സിംഗ് മാൻ എന്ന് പറയുന്നത് BKUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്, ഭാരതീയ കിസാൻ യൂണിയന്റെ. എന്താണ് ഭാരതീയ കിസാൻ? ഭാരതത്തിലെ ഏറ്റവും വലിയ കിസാൻ യൂണിയൻ ആണ് എന്ന് തോന്നിപ്പോകും. ഈ ഭാരതീയ കിസാൻ യൂണിയൻ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പഴയ മഹേന്ദ്ര സിംഗ് ടിക്കായത്തിന്റെ സംഘടനയാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിനുശേഷം ഒരു 10-15 തവണയെങ്കിലും നമ്മുടെ കേരള കോൺഗ്രസിനെ പോലെ ഈ സംഘടന സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഈ സ്പ്ലിറ്റ് ആയിട്ട് പഞ്ചാബിനകത്തെ ഒരു ഫാക്ഷന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഘടനയിൽ 10 ആള് പോലും ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ഈ കർഷക നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇന്ന് വരെയും സംസാരിച്ചിട്ടുള്ളത്. ചെറിയ ഭേദഗതി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും ഈ കാർഷിക ബില്ലുകൾ നടപ്പിൽ വരുത്തണം എന്ന അഭിപ്രായക്കാരനാണ്. ഈ 4 പേരാണ് അശോക് ഗുലാട്ടി, PK ജോഷി, അനിൽ ഘനാവട്ട്, അതുപോലെ തന്നെ ഭൂപീന്ദർ സിംഗ് മാൻ. ഈ 4 പേരെ വെച്ചാണ് സുപ്രീം കോടതി കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയിൽ കർഷകർ എന്തിനാ വിശ്വാസം അർപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനോട് ചർച്ച ചെയ്യാൻ പോയിട്ട് എന്താ ഗുണം ഉണ്ടാകാൻ പോകുന്നത്?
അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഇന്നും കർഷകർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് ഈ കമ്മിറ്റിയിൽ വിശ്വാസമില്ല, സുപ്രീം കോടതി ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു, അനാവശ്യമായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്, സുപ്രീം കോടതിയോടുള്ള എല്ലാ ആദരവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, എങ്കിലും ഈ ചർച്ചയിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങളോട് ക്ഷമിക്കണം എന്നാണ് കർഷക സംഘടനകൾ വളരെ ആദരപൂർവ്വം സുപ്രീം കോടതിയോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പൊ ഈ കോടതി വിധി നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കോടതി വിധി കർഷക നേതാക്കൾ അംഗീകരിച്ചു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവർ സമരം തൽക്കാലം നിർത്തിവെക്കുക എന്നതായിരുന്നില്ലേ? അപ്പൊ സമരം നിർത്തിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ അവർക്ക് ഒത്തുചേരാനും ഈ സമരത്തിന്റെ വീര്യം തിരിച്ചേ കൊണ്ടുവരാനും കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരത്തിൽ ഷഹീൻ ബാഗിൽ കണ്ടതും ഇതുപോലെ ഒരു പ്രശ്നമാണ്. അതായത് ദില്ലിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് ഇവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അന്ന് ഉന്നയിച്ചത്. അതൊരു സിവിൽ ലിബർട്ടീസ് ഇഷ്യൂ ആയിട്ട് കണക്കിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്, ഇങ്ങനെ റോഡ് മുടക്കിക്കൊണ്ട് സമരങ്ങൾ നടത്താൻ കഴിയില്ല, ഇതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേക നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കും എന്ന് സുപ്രീം കോടതിയാണ് അന്ന് പറഞ്ഞത്. ആ സുപ്രീം കോടതി ഇന്ന് വരെ ആ ഗൈഡ് പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ, അതായത് അറ്റോർണി ജനറൽ തന്നെ പറഞ്ഞു, ആ കേസ് ഇവിടെ എടുക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഗൈഡ് ലൈൻസ് പുറത്തിറക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല എന്ന് കോടതിയോട് BJPയുടെ അറ്റോർണി ജനറൽ പറയുന്ന സ്ഥിതിയാണ് ഇന്നലെ കോടതിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ കോടതി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല, അതൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ അതിനെ ഒഴുക്കൻ മട്ടിൽ അതിനെ ഡിസ്മിസ് ചെയ്യാണ് സുപ്രീം കോടതി ചെയ്തത്. ഇവിടെ പ്രശ്നം അത് തന്നെയാണ്. ഇവിടെ കർഷകർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം എന്താണ്? കർഷകർ കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, ശരിയാണ്. പക്ഷെ എന്താണ് ആ കേസിന് അടിസ്ഥാനം? എന്താണ് പ്രയർ എന്ന് പറയുന്നത്? ഈ കാർഷിക നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ കാരണം സംസ്ഥാനങ്ങളുടെ അവകാശ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നത് ശരിയല്ല. എൻട്രി 14 സ്റ്റേറ്റ് ലിസ്റ്റിലെ കാണിക്കുന്നത് കൃഷി എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. എൻട്രി 28 സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 28 പറയുന്നത് മാർക്കറ്റ്സ് ആൻഡ് ഫെയർസ്, അതായത് വിപണികളും മേളകളും പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽ വരുന്നതാണ് എന്നുള്ളതാണ്. എൻട്രി 26 പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ എൻട്രി 27 ഇത് രണ്ടുമാണ് കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 33 അടിപ്പെട്ട് നിൽക്കുന്നതായിട്ട് സബ്ജക്ട് ടു എൻട്രി 33 ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 33 ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് എൻട്രി 26, 27 ഇടപെടുന്നു എന്ന വ്യാജേന എൻട്രി 28 എൻട്രി 14 ഇടപെടുന്ന ഒരു നിലപാട് ഈ കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അടിമുടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് ഒരു വശത്ത്. 2, സുപ്രീം കോടതിയുടെ തന്നെ പഴയ കേസുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 2002 ITC വേഴ്സസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട് കമ്മിറ്റി ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. സാധാരണ ബെഞ്ചല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് എന്താ? ഒരേ വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്രവും നിയമനിർമ്മാണം നടത്തിയാൽ ഏത് നിയമം നിലനിൽക്കും എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് അത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണെങ്കിൽ സംസ്ഥാനത്തിന്റെ നിയമം നിലനിൽക്കും എന്നുള്ള ഒരു വിധിയാണ് അന്ന് വന്നത്. അതായത് ഇന്ത്യൻ ടൊബാക്കോ ബോർഡ് ആക്ട് എന്നുള്ളത് 1975 തോന്നുന്നു ആ ആക്ട് പാസ്സാകുന്നത്. അതനുസരിച്ച് ടൊബാക്കോയെ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ ബീഹാറിലെ APMC നിയമം അനുസരിച്ച് ടൊബാക്കോ, വെറ്റില എന്ന് പറയുന്നത് ഒരു നോട്ടിഫൈഡ് പ്രൊഡ്യൂസ് ആയി തുടരുകയും ചെയ്തു. അപ്പൊ ITC കമ്പനി ബീഹാറിൽ വന്ന് വെറ്റില വാങ്ങിയപ്പോൾ, ടൊബാക്കോ വാങ്ങിയപ്പോൾ സംഭവിച്ചത് അവിടുത്തെ മുംഗേർ എന്ന് പറയുന്ന സ്ഥലത്തെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് മണ്ഡി ടാക്സ് തന്നേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. 35 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. ആ 35 ലക്ഷം രൂപ കൊടുക്കില്ല എന്ന് ITC പറഞ്ഞു. അപ്പൊ ITC കോടതിയിൽ പോയി. ITC കോടതിയിൽ പോയ കേസിലാണ് ഭരണഘടനാ ബെഞ്ച് വരെ പോയിട്ട് വിധി പറഞ്ഞത് നിങ്ങൾ 35 ലക്ഷം രൂപ മണ്ഡി ടാക്സ് കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു. അതെന്തുകൊണ്ടാ? സംസ്ഥാന ലിസ്റ്റിലെ വിഷയമായതുകൊണ്ട് ബീഹാറിന്റെ APMC നിയമം നിലനിൽക്കും എന്നുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി അവിടെ പുറപ്പെടുവിച്ചത്. അപ്പോ ഒന്ന് ഭരണഘടന സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ലംഘനം, നമ്പർ 1. നമ്പർ 2, സുപ്രീം കോടതിയുടെ തന്നെ ഭരണഘടനാ ബെഞ്ചുകളുടെ വിധി അനുസരിച്ച് കൃത്യമായിട്ട് പറയുന്നു സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണെങ്കിൽ സംസ്ഥാനത്തിന്റെ നിയമം നിലനിൽക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് പ്രയർ. പക്ഷേ സുപ്രീം കോടതി ഇതൊന്നും
കൈകാര്യം ചെയ്തിട്ടേ ഇല്ല. ഈ വിഷയത്തിലൊന്നും സുപ്രീം കോടതി കടന്നു ചെന്നിട്ടേ ഇല്ല. ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. മറിച്ച് ഇതൊരു സിവിൽ ലിബർട്ടീസ് ഇഷ്യൂ പോലെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഷഹീൻ ബാഗിലെ റോഡ് മുടക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യായം ഉന്നയിച്ചുകൊണ്ട് അതുവഴി ഈ സമരത്തിന്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് സുപ്രീം കോടതി നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഉന്നയിച്ചുകൊണ്ടാണ് അവരിപ്പോ അത് ആദ്യം പറഞ്ഞു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നാണ് ഞാൻ വായിച്ചത്. അതായത് വൈ ഹാവ് യു കെപ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ദെയർ ഇൻ ദ സ്ട്രൈക്ക് എന്നൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹം. അതായത് കെപ്റ്റ്, നിങ്ങൾ എന്തിനവിടെ അവരെ വെച്ചിരിക്കുന്നു എന്നുള്ളൊരു. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ചെന്ന് നിൽക്കാനായിട്ടുള്ള ഏജൻസി അവർക്കുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസിന് തോന്നിയിട്ടില്ല. അപ്പൊ ആദ്യം കുട്ടികളെയും സ്ത്രീകളെയൊക്കെ അവിടുന്ന് മാറ്റൂ എന്ന് വളരെ പുരുഷാധിപത്യത്തോടുള്ള തോടുകൂടിയുള്ള ഒരു സമീപനമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള വിമർശനം ഇപ്പോൾ തന്നെ ഒരുപാട് ഭാഗത്തുനിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു കൂസലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ട്, ഇതിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇടപെട്ടിരിക്കും, നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം എന്ന ഒരു എന്താ പറയുക, ഒരു ത്രെട്ടിന്റെ രൂപത്തിൽ, ഒരു ഭീഷണിയുടെ രൂപത്തിലും അദ്ദേഹം വർത്തമാനം പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ തരത്തിലുള്ള ഒരു കമ്മിറ്റിയുമായിട്ട് സഹകരിക്കണം എന്നൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമൊന്നും ഇന്ത്യയിലെ ഒരു പൗരനും ഇല്ല. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ കൂടിയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ കൂടിയും ഒക്കെ സ്വാതന്ത്ര്യം നേടിയവരാണല്ലോ ഇന്ത്യക്കാരെ. അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. അപ്പോ കൃത്യമായിട്ടും ഈ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് കൃഷിക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, കർഷക സംഘടനകളുടെ നിലപാട് വളരെ ശരിയാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്. ഇതിൽ സുപ്രീം കോടതിയുടെ സമീപനത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്നുള്ളതും കാണാതെ പോകാൻ കഴിയില്ല. ഇന്ത്യൻ മീഡിയയുടെ അസാധാരണമായിട്ടുള്ള മൗനം, പ്രത്യേകിച്ച് ഇതിനെ പലപ്പോഴും പല പ്രോ ഗവൺമെന്റ് ചാനലുകൾ വിശേഷിപ്പിക്കുന്നത് ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ മാധ്യമങ്ങളുടെ പൊളിറ്റിക്കൽ ഇക്കോണമി ആണ് അത് കൃത്യമായിട്ട് കാണിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് അവരുടെ സ്വതന്ത്ര സ്വഭാവം എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നവലിബറൽ നയങ്ങൾ വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഒരു കോർപ്പറേറ്റൈസേഷൻ എന്ന് പറയുന്നത് മീഡിയ രംഗത്ത് നമ്മൾ കാണുന്നു. വലിയ വ്യവസായ ഭീമന്മാർ അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു മീഡിയ ഹൗസ് ഞങ്ങൾക്കും ഞങ്ങളുടെ പേരിൽ വേണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അവരുടെ കയ്യിലുള്ള വലിയ രൂപത്തിലുള്ള മൂലധനം ഇറക്കി അവർ ചാനലുകൾ തുടങ്ങുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റിലയൻസ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ചാനലുകളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ റിലയൻസിന്റെ കൈപ്പിടിയിൽ വന്നിരിക്കുന്ന ചാനലുകളാണ്. NDTV അടക്കം അവര് കൈവശപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും അടുത്ത കാലത്ത് ഉള്ളതായിട്ടാണ് ചില സംഭവങ്ങൾ കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായിട്ട് BJPയുമായിട്ട് അടുപ്പമുള്ള വ്യവസായ ഭീമന്മാര്, രാജീവ് ചന്ദ്രശേഖർ പോലെയുള്ളവര് ഏഷ്യാനെറ്റ് പോലെയുള്ള മീഡിയ കമ്പനികൾ കൈയടക്കുകയും അങ്ങനെ പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ രംഗത്തെ ഈ കോർപ്പറേറ്റ് വൽക്കരണം, മീഡിയ രംഗത്തെ ഈ കുത്തകവൽക്കരണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങളെ അല്ലെങ്കിൽ നവലിബറൽ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കർത്തവ്യം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കർത്തവ്യം അവർ നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നത് ഈ കർഷക സമരത്തെ അടക്കം. ഈ കർഷക സമരത്തിൽ ഒരു പ്രശ്നമുള്ളത്, ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ ഈ കർഷക സമരത്തിനെ പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞുകൊണ്ടുള്ള നിലപാട് മീഡിയകൾക്ക് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ ഒളിച്ചു കടത്തലുണ്ടല്ലോ, അതായത് ഈ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ മാതൃഭൂമി പത്രം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലോ, രാജീവ് മെഹർഷി, അതായത് ഗുജറാത്ത് കാഡറിലെ IAS ഉദ്യോഗസ്ഥൻ, മോദിയുടെ വിശ്വസ്തൻ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, മോദി പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിലേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോയി അവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയാക്കി. ആഭ്യന്തര സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ CAG ആണ്. നമ്മുടെ കേരളത്തിലടക്കം CAG ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം വളരെ വ്യക്തമാണ്. അദ്ദേഹവും ഇന്നലെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു മാതൃഭൂമിയിൽ. അതായത് എന്തുകൊണ്ടാണ് ഈ കർഷക ബില്ലുകൾ കർഷകന് ഗുണകരമായി വരുന്നത് എന്ന് ന്യായീകരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മന്ത്രിമാര് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഒരു ലേഖനം അല്ലെങ്കിൽ മറ്റൊരു ലേഖനം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും എവിടെയെങ്കിലും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ യാതൊരു പ്രശ്നവും കൂടാതെ അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടിയായിട്ട് എഴുതപ്പെടുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നുമില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒളിച്ചുകടത്തൽ
ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മീഡിയയുടെ ലാംഗ്വേജിൽ ഹിഡൻ മെസ്സേജ് ആയിട്ട് പലപ്പോഴും ഈ സമരങ്ങൾക്ക് എതിരെയുള്ള രാഷ്ട്രീയ പ്രചാരങ്ങൾ, അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാനികളാണ് ഈ സമരത്തിലുള്ളത് എന്ന് പറയുന്ന വിവാദങ്ങൾ, അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഈ സമരത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള, നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ, ഇവയൊക്കെ കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇന്നും സുപ്രീം കോടതിയിൽ ആ വാദം ഉയരുകയുണ്ടായി. അതായത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻപുട്ടുകൾ അടക്കം നാളെ ഒരു കവർ തരാം എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയോട് പറഞ്ഞതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? അതായത് ആന്റി നാഷണൽ എലിമെന്റുകൾ, ദേശവിരുദ്ധ ശക്തികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് സർക്കാർ വാദിച്ചിരിക്കുന്നു. നാളെ അവര് അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട്. നാളെ അവരെന്തെങ്കിലും കൊടുക്കുമായിരിക്കും. സാധാരണ സുപ്രീം കോടതിയുടെ ഒരു രീതി അനുസരിച്ച് സീൽഡ് കവറിലായിരിക്കും കൊടുക്കുക. അത് പ്രതിയുടെ വക്കീലിനൊന്നും അത് കാണാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു സീൽഡ് കവർ കൊടുക്കുമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചിലപ്പോൾ ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്യുമായിരിക്കും. അതെനിക്കറിയില്ല. പക്ഷെ ഈ വാദങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചു കടത്തുന്നതിൽ, പൊതുബോധത്തിലേക്ക് ഈ വാദങ്ങളെ ഒളിച്ചു കടത്തുന്നതിൽ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ രസകരമായിട്ട് ഇപ്പൊ രാംകുമാർ പറഞ്ഞ റിലയൻസിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. റിലയൻസ് തൊട്ടു മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി, ഞങ്ങൾക്ക് ഇങ്ങനെ കർഷകരുടെ സ്ഥലമൊന്നും വാങ്ങിക്കാൻ നമുക്ക് ഉദ്ദേശമില്ല, കാരണം വ്യാപകമായ രീതിയിൽ അവരെ ബോയ്ക്കോട്ട് ചെയ്യുന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കോർപ്പറേറ്റുകൾക്ക് വലിയൊരു തിരിച്ചടിയാണോ? കോർപ്പറേറ്റുകൾക്ക് രണ്ട് താല്പര്യമുണ്ട് ഇവിടെ. അതായത് തങ്ങളുടെ ആവശ്യം നടക്കണം, അതായത് ഈ നിയമനിർമ്മാണം മുൻപോട്ട് പോകണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഷോർട്ട് ടേമിലുള്ള ഒരു നഷ്ടത്തിനും അവര് തയ്യാറല്ല. അപ്പോ അവർക്ക് കക്ഷത്തിലിരിക്കുന്നത് വീഴാനും പാടില്ല, അല്ലെങ്കിൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് നമ്മൾ പറയുന്ന പോലെ ഉള്ള ഒരു ആവശ്യമാണ് അവരുടേത്. അപ്പോ അവര് രണ്ട് എൻഡും കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഒരു ദിവസം വാർത്ത വരുന്നു, ഞങ്ങള് കോൺട്രാക്ട് ഫാമിംഗിലേക്ക് ഞങ്ങളില്ല എന്ന് അവര് പറയുന്നു. രണ്ടാമത്തെ ദിവസം അടുത്ത ദിവസം തന്നെ വാർത്ത വരുന്നു, കർണാടകയില് എത്രയോ കർഷകരുടെ കയ്യിൽ നിന്നും അരി മേടിക്കാനായിട്ടുള്ള ഒരു കരാർ അവര് 80 രൂപ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലാക്കി നിർത്തി അവര് മേടിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അടുത്ത ദിവസം തന്നെ പ്ലാൻ ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോ കൃത്യമായിട്ട് അവർക്ക് ചിലരോട് സംസാരിക്കാൻ ഒരു ഭാഷ, മറ്റുള്ളവരോട് സംസാരിക്കാൻ മറ്റൊരു ഭാഷ എന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡബിൾ ടോക്ക് ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അത് അവരുടെ ലാഭം തന്നെയാണ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവർ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോങ് ടേമിൽ അവർ ദീർഘകാലത്തേക്ക് അവർ കൃത്യമായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുന്നത് കോർപ്പറേറ്റ് വൽക്കരണം കൃഷിയിൽ കൂടുതൽ വ്യാപകമാകാൻ സഹായിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അവർ കാണുന്നു. രണ്ടാമതായിട്ട് ഈ ഷോർട്ട് ടേമിൽ ഇതിന് ഈ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വരുന്ന നഷ്ടങ്ങളെയും എത്രയും കുറച്ചുകൊണ്ട് വരാനും അവര് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവര് പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അവർ പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ പിൻവലിക്കും എന്നൊരു ഭീഷണി പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഈ സമരത്തെ പൊതുവിൽ അനുകൂലിക്കുന്ന പഞ്ചാബ് മുഖ്യമന്ത്രി പോലും ഇനി ആരും ജിയോ ടവറുകളെ തുടരുത് എന്നൊരു അന്ത്യശാസനം കർഷകർക്ക് നൽകുകയുണ്ടായി. അപ്പൊ വളരെ കൃത്യമായിട്ട് ഈ ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്നത്. അതിനെ ദോഷം വരുന്ന രീതിയിലുള്ള യാതൊരു നടപടിക്കും അവര് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ഗവൺമെന്റ് ആരംഭിച്ച ന്യൂ ലിബറൽ പോളിസീസ് അവരെ നടപ്പിനേക്കാൾ എത്രയോ മടങ്ങ് വ്യാപകമായിട്ടാണ് ഇപ്പോൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടുകയും നീതി ആയോഗ് എന്നുള്ള അതിൽ നീതി എവിടെയാണെന്ന് പലപ്പോഴും ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അതിന്റെയും കൂടെ ഒരു തുടർച്ചയല്ലേ ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത്? കാരണം പ്ലാനിങ് ആവശ്യമില്ല, ജനങ്ങളുടെ വെൽഫെയർ എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രയോറിറ്റി ആകുന്നില്ല എന്നുള്ള ഉറച്ച സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇതെല്ലാം നയങ്ങളും കാണിക്കുന്നത്? നവലിബറൽ നയങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു തുടർച്ച നമുക്ക് ഈ സർക്കാരുകളിലൊക്കെ തന്നെ നമുക്ക് കാണാം. മൻമോഹൻ സിംഗ് അടക്കം പ്ലാനിംഗ് കമ്മീഷനോട് എതിർപ്പുകളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ അതിനെ ഉടച്ചു വാർത്ത് പുതിയൊരു കമ്മീഷൻ ആക്കുമായിരുന്നില്ല. പക്ഷേ മോണ്ടെക് സിംഗ് അലുവാലിയയുടെ കാലയളവിൽ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ന് നീതി ആയോഗ് എത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത് അത്തരത്തിലേക്കൊക്കെ ഏകദേശം ഘടനാപരമായിട്ട് തന്നെ മാറിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ പേരിന് അവിടെ ഉണ്ടായിരുന്നു, മെമ്പർമാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ഈ കാര്യം എന്ന് പറയുന്നത് ഭരണകൂടം, സ്റ്റേറ്റ് ഈ സാമ്പത്തിക നിർവഹണ കർത്തവ്യങ്ങളിൽ നിന്നും പിന്മാറുമ്പോൾ ആ പിന്മാറ്റത്തിന് അനുസൃതമായിട്ട് സ്വകാര്യ മേഖല ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ
പ്ലാനിംഗ് എന്ന് പറയുന്ന നയ ഉപകരണത്തിന് അർത്ഥമില്ലാണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒന്ന്, സർക്കാരുകളുടെ ഇടപെടൽ കുറച്ചുകൊണ്ടുവരുന്നു, സർക്കാരിന്റെ മൂലധന നിക്ഷേപം കുറയുന്നു, സർക്കാരിന്റെ ചിലവുകൾ കുറയ്ക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സർക്കാരിന് സമ്പദ്ഘടനയിൽ ഇടപെടാനുള്ള സ്പേസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, ഇതൊക്കെ തന്നെ പൊതുവിൽ ചുരുങ്ങുന്നു. അപ്പോ സമ്പദ്ഘടനയുടെ എത്ര ശതമാനമാണോ ഈ സർക്കാർ മുടക്കുന്ന മൂലധനം അല്ലെങ്കിൽ അവരുടെ ചെലവ് എന്നുള്ളത് കാലക്രമേണ കുറഞ്ഞുകൊണ്ട് വരികയും സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു GDP-യുടെ ഒരു ഷെയർ ഒക്കെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ശതമാന കണക്കിൽ അവർ വളരെ പെട്ടെന്ന് വളരുന്ന ഒരു രീതിയും നമുക്ക് കാണാം. അപ്പൊ അതാണ് പൊതുവിൽ സമ്പദ്ഘടനയുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിംഗ് എന്ന് പറയുന്ന ഉപകരണത്തിന്റെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ പല രാജ്യങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത് പഴയ പേരിൽ ഇപ്പൊ വിളിക്കുന്നില്ലെങ്കിലും ഈ ഒരു സർക്കാരിന്റെ ഒരു തിരിച്ചുവരവ്, ഭരണകൂടത്തിന്റെ സാമ്പത്തിക നിർവഹണത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഇന്ന് ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജർമ്മനിയിലടക്കം അല്ലെങ്കിൽ ഒരു തരത്തിൽ അമേരിക്കയിലടക്കം നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ തിരിച്ചുവരവിന്റെ ചില അംശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ കോവിഡ് പ്രതിസന്ധി നീണ്ടു പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടൽ വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ പഴയ രൂപത്തിലുള്ള പ്ലാനിംഗ് എന്ന പേരിട്ട് വിളിച്ചില്ലെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം നയരൂപീകരണത്തിന് ഭരണകൂടത്തിന്റെ നിർവഹണത്തിൽ ഉണ്ടാവണം എന്നുള്ളത് വരുമ്പോ പണ്ട് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തിരുന്ന ഒട്ടേറെ കർത്തവ്യങ്ങൾ ഇന്ന് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഈ പ്രതിസന്ധി അല്പം നീണ്ടു പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് വലിയ രൂപത്തിലുള്ള സർക്കാരിന്റെ ചെലവ്, മൂലധനം ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ മുതലാളിത്ത ലോകം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ എന്തടിസ്ഥാനത്തിലാണോ ഭരണകൂടത്തിനെ പിന്നോട്ട് വലിച്ചത് അതിന്റെ അപകടങ്ങൾ ആ മുതലാളിത്ത സമൂഹം തന്നെ തിരിച്ചറിയുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ മുതലാളിത്തത്തിനകത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് എത്രമാത്രം പോകും എന്നുള്ളത് ഈ ക്രൈസിസ് എത്രമാത്രം മുമ്പോട്ട് പോകും എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൽ വരുന്ന മാറ്റങ്ങൾ. പക്ഷെ ഭരണകൂടത്തിന്റെ ഒരു തിരിച്ചുവരവ് പ്ലാനിംഗ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിലും ഭരണകൂടത്തിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോമി ക്ലീനിന്റെ വളരെ ഫേമസ് ആയ പുസ്തകമുണ്ടല്ലോ, ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, എ ഷോക്ക് ഡോക്ട്രീൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ദുരന്തത്തെയും നിയോ ലിബറൽ പോളിസീസ് നടപ്പിലാക്കാനുള്ള ഒരു അവസരമാക്കി ഭരണകൂടങ്ങൾ മാറ്റുന്നത്. പക്ഷെ ആ ഡിസാസ്റ്റർ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പല അക്കാഡമിക് സൈഡിൽ നിന്നും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പല നിലപാടും കാണുമ്പോൾ അതൊരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നോമി ക്ലീന്റെ ഒരു പൊതുവിലുള്ള ഒരു വേൾഡ് വ്യൂ, അതിന്റെ ഭാഗമായിട്ട് അവര് നിർവചിച്ചിട്ടുള്ള ഒരു പദമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഓരോ ക്രൈസിസിനെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഒരു രീതി തന്നെയാണ്. എത്രയോ കാലമായിട്ടുള്ള രീതി, നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരു രീതി തന്നെയാണ്. ഫോഴ്സിബിൾ റീകൺസിലിയേഷൻ ഓഫ് ദി കോൺട്രഡിക്ഷൻസ് എന്നുള്ളതാണ് പണ്ട് മാർക്സ് പറഞ്ഞ ഒരു പദം. അപ്പൊ ഇത് കൃത്യമായിട്ട് എല്ലാ ക്രൈസിസിനെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് മുതലാളിത്ത സമൂഹങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ കണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ മുതലാളിത്തത്തിന്റെ എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്വഭാവത്തെ സംരക്ഷിച്ചു നിർത്താൻ ഭരണകൂടത്തിന്റെ ഇടപെടൽ വേണമെങ്കിൽ ഭരണകൂടത്തിനെ തന്നെ ഇടപെടിക്കും. അതാണ് നമ്മൾ 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം കണ്ടത്. ഭരണകൂടത്തിന്റെ വലിയ രൂപത്തിലുള്ള തിരിച്ചുവരവ്, കെയ്നീഷ്യൻ സിദ്ധാന്തങ്ങളുടെ തിരിച്ചുവരവൊക്കെ നമ്മൾ അന്ന് കാണുകയുണ്ടായി. അതുപോലെ തന്നെ 2008 ലോക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോ ബാങ്കുകളെ അടക്കം ദേശസാൽക്കരിക്കുന്ന രീതിയിൽ മുതലാളിത്തം നടപടികൾ എടുക്കാനായിട്ട് യാതൊരു നാണവും മുതലാളിത്തത്തിനുള്ളതായിട്ട് നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെയാണ് 2020 കോവിഡ് പ്രതിസന്ധി വന്നപ്പോ ഇനി ബജറ്റ് കമ്മിയൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് ഇന്നലെ വരെ ബജറ്റ് കമ്മിയെ പൂജിച്ചിരുന്ന, ധ്യാനിച്ചിരുന്ന ആളുകൾ പറയാൻ തുടങ്ങിയത് നമ്മൾ കണ്ടു. അപ്പൊ ഭരണകൂടം എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹങ്ങളെ സംബന്ധിച്ച്, സർക്കാരുകളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ഭരണകൂടത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഭരണകൂടത്തെ അടക്കം ഉപയോഗിക്കുന്ന ഒരു പൊതു രീതിയാണ് മുതലാളിത്തത്തിനുള്ളത്. അപ്പോ
അത്രയും ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമാണെങ്കിൽ ക്രൈസിസിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഷയമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള നയങ്ങൾ പിൻവാതിലൂടെയും മുൻവാതിലൂടെയും ഒക്കെ അകത്തേക്ക് കയറ്റാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മുതലാളിത്തത്തിന്റെ വക്താക്കള് നടത്തും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കാർഷിക നിയമങ്ങൾ. ഇന്ന് നോക്കൂ, 2003 പുറത്തിറക്കിയ മോഡൽ ആക്ട് ആണ് കേന്ദ്ര സർക്കാരിന്റെ. അതിനുശേഷം 2017-18 മോഡൽ ആക്ടുകൾ വന്നു. ഒരിടത്തും ഇത് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആരും എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആരും ചോദിക്കാതെ, ഒരു കർഷക സംഘടന പോലും ആവശ്യപ്പെടാതെ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇതാ സംസ്ഥാന സർക്കാരിന്റെ കർത്തവ്യം ഏറ്റെടുത്ത് നിങ്ങൾക്ക് വലിയ ഗുണമുള്ള ഒരു സംഗതി ഇതാ തരാൻ പോകുന്നു എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ നിയമങ്ങൾ പാസ്സാക്കിയതിലാണ് വലിയ രൂപത്തിലുള്ള ദുരൂഹത നമ്മൾ കാണുന്നത്. അതേം ഒരു ക്രൈസിസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പാർലമെന്റ് കൃത്യമായിട്ട് സമ്മേളിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവരാം, പിന്നെ ഓർഡിനൻസ് ആയിട്ട് അത് പോയിട്ട് നിയമമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നിയമമായിട്ട് കൊണ്ടുവരുമ്പോൾ രാജ്യസഭയിൽ വോട്ടില്ല, അതുകൊണ്ട് നമുക്ക് വോയിസ് വോട്ട് ഇടാം. വോയിസ് വോട്ട് ഇടാൻ എല്ലാവരും നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ് ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ് നമുക്കത് പാസ്സാക്കി എടുക്കാം. ഇതൊക്കെ ഇത് ഒളിച്ചു കടത്തലാണ്. അതായത് ഈ പ്രതിസന്ധിയെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒളിച്ചു കടത്തലുകൾ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. ഈ കാർഷിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല ആളുകളുടെ മനസ്സിലുള്ള ചോദ്യം, ഒരു ജനതയെ തടവിലാക്കാൻ, ഇപ്പോഴും തടവിലാക്കി വെച്ചുകൊണ്ടിരിക്കാൻ, കാശ്മീരി ജനതയെ, ആ സംസ്ഥാനത്തെ വെട്ടിമുറിക്കാൻ, ഭരണഘടനയെ തിരുത്താൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു ഗവൺമെന്റ് മുമ്പിൽ ഈ മനുഷ്യർ സമരം ചെയ്താൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ഇതുണ്ട്. മാത്രമല്ല, എത്ര കാലം ഇവർക്ക് ഈ സമരം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഈ സമരത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ഈ സർക്കാരിന് വല്ലാത്തൊരു അമാനുഷിക പരിവേഷം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എത്രയോ വിഷയങ്ങളിൽ ഈ സർക്കാർ തന്നെ പിന്നോക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാർഷിക രംഗത്ത് തന്നെയുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം അവർ ശ്രമിച്ചത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടിനെ തിരുത്തിക്കൊണ്ട് അതിനൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ഭൂമി ഏറ്റെടുക്കൽ സുഗമമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇന്ത്യ മുഴുവൻ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അവർ ആ നിയമം പിൻവലിച്ചു, ആ ഓർഡിനൻസ് അവർ പിൻവലിച്ചു. 2014 അല്ലെങ്കിൽ 2015 ആരംഭത്തിലാണെന്നാണ് അത് അവർ പിൻവലിക്കാനായിട്ട് തയ്യാറായി. അതാണ് ആദ്യത്തെ യൂട്ടേൺ. രണ്ടാമത്തെ യൂട്ടേൺ ഉണ്ടായത് എപ്പോഴാണ്? ഗോവധം നിരോധിക്കുകയും ബീഫ് നിരോധിക്കുകയും ഒക്കെ ചെയ്തപ്പോ അതിന്റെ ഭാഗമായിട്ട് കാറ്റിൽ ട്രേഡിംഗ് റൂൾസ് പുറത്തിറക്കി അവര്. അതായത് കന്നുകാലികളെ വിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള കർശനമായിട്ടുള്ള നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടായി. അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അതിനെ വിമർശിച്ചപ്പോ ഞങ്ങൾക്ക് ഈ കാറ്റിൽ ട്രേഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളിത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇത് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത സർക്കാരാണല്ലോ മോദി സർക്കാർ. അപ്പോ ഈ 2 വിഷയങ്ങളിലും, രണ്ടും കാർഷിക രംഗത്തെ വിഷയങ്ങളാണെന്ന് ഓർക്കണം, അവര് പിന്മാറ്റം നടത്താൻ നിർബന്ധിതരായി എന്നുള്ളത് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇവര് ഈ പിൻവലിക്കാനൊന്നും ഇവര് തയ്യാറാവില്ല, വളരെ അമാനുഷിക ശക്തിയുള്ള ഒരു സർക്കാരാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്ര ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ വലിയ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഈ നിയമങ്ങൾ പിൻവലിക്കാനായിട്ട് മോദി സർക്കാർ അവസാന തലത്തിൽ നിർബന്ധിതരാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്.